ഫ്രൂട്ട് നിൽക്കുന്നുണ്ട്. എത്ര മാവാണ് വീട്ടിൽ മാവിനുള്ള നമ്മുടെ ഞാൻ ഒരു ആറവിടെയാണ് തിരികെ അതാ വെറയാണ്. ഇതെന്താ വെറ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കും. കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിരുന്ന പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുമ്പോഴാണ് അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ പാഠഭാഗം അവസാനിച്ചു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി, ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്റർ ഡയറക്ടർ, ഈ പദവികളിൽ പ്രവർത്തിക്കുന്ന റവറൻ തോമസ് സക്രിയാച്ചനെ ആശംസാ പ്രസംഗത്തിനായി ഹാർദമായി ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ജെ.കെ. തോമസ് അച്ഛൻ, ദീപ്തി ഭവനോട് ഉള്ള ബന്ധത്തിലും ക്രിസ്മസിനോടുള്ള ബന്ധത്തിലും അതിൻ്റെ ആഴവും അർത്ഥവും നമ്മെ ബോധ്യപ്പെടുത്തിയ അനുഗ്രഹകരമായ ഒരു സന്ദേശം നൽകിയ ഈ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ, ഏറ്റവും ഡോക്ടർ സന്നിധാനത്തിൽ ഉൾപ്പെടെയുള്ള ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ സ്ഥാപനയ്ക്ക് അനുഗ്രഹകരമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അധ്യക്ഷൻ, മനോഹരമായ ഗാനങ്ങൾ പാടുന്ന പേരങ്ങളെ, കുഞ്ഞുങ്ങളെ, മനസ്സിലുള്ള മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. അനുഗ്രഹകരമായ ഒരു ക്രിസ്മസ് സന്ദേശവും ഈ സ്ഥാപനയിലൂടെ ഉണ്ടാകേണ്ട ദൈവ ഉദ്ദേശ്യത്തെക്കുറിച്ചും തിരുമേനി നമുക്ക് അനുഗ്രഹകരമായ ഒരു പ്രഭാഷണവും ഉപദേശങ്ങളും ആലോചനകളും നൽകി. ഗാനങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലൂടെ നമുക്ക് ലഭ്യമായതും ആ വിധത്തിലുള്ള ചിന്തകളായിരുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ മദർ തെരേസയുടെ ഒരു സ്നേഹിതൻ എൻ്റെ ജീവകാലത്ത് ചോദിച്ചു, മദർ, what is the most painful experience in your life?